വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ അഡ്വക്കേറ്റ് ശ്രീകാന്ത് പറഞ്ഞ ഒരു കാര്യമാണ്. ഇതേപോലെ നിരവധി ക്രിമിനലുകളുണ്ട്. എല്ലാ ഭരണകാലത്തും അവരവർ ഇഷ്ടപ്പെടുന്ന ക്രിമിനലുകളെ അതാത് ഭരണകൂടങ്ങൾ വളർത്തുകയാണ്. ഇവിടെ ഇടതുപക്ഷം ഈ പറഞ്ഞ അർജുൻ ആയങ്കിയെ പോലുള്ള ആളുകളെ വളർത്തുന്നുണ്ട് എങ്കിൽ UDFിൻ്റെ ഭരണകാലത്തും ഇത്തരത്തിൽ അവരിഷ്ടപ്പെടുന്ന ആളുകളെ അവർ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അത് സമൂഹത്തിന് വലിയ വെല്ലുവിളിയായി മാറുന്നുമുണ്ട്. അത് ആര് എന്നുള്ളത് ഇതേപോലെ അർജുൻ ആയങ്കിയെ പോലുള്ള ആളുകൾ പരസ്യമായി വെല്ലുവിളിച്ച് രംഗത്ത് വരുമ്പോൾ മാത്രമാണ് സമൂഹം അത് ചർച്ച ചെയ്യുന്നത്. അത് പൊതുജനം ആ ക്രിമിനലിനെ പറ്റി ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആ ക്രിമിനലിനെ പറ്റി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വ്യത്യസ്തരല്ല LDF ആയാലും UDF ആയാലും. അതാണ് BJP പറഞ്ഞു വെക്കുന്നത്. സരിന സുനിത്താൻ. നോക്കൂ വിനോദ്, ഇതിനകത്ത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് UFAയുടെ നേതാവ് അദ്ദേഹം കോൺഗ്രസ് പ്രസ്ഥാനത്തെ പറ്റി വളരെ ആക്ഷേപിക്കുന്ന രീതിയിലേക്കുള്ള പരാമർശങ്ങൾ നടത്തി. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷനെ പറ്റിയാണ് അദ്ദേഹം പരാമർശിച്ചു പോയത്. ഈ മറ്റു കാര്യങ്ങൾക്കൊന്നും മറുപടി പറയാനില്ലാത്തതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വിവാദങ്ങൾ വന്നപ്പോൾ തന്നെ ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രാജിവെക്കുകയും അദ്ദേഹം നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയും ചെയ്യുകയാണ്. അതുമാത്രമല്ല, കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്നും അദ്ദേഹത്തെ നീക്കം ചെയ്യുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സുഹൃത്തിനോട് ചോദിക്കാനുള്ളത്, അങ്ങനെ അതിനേക്കാൾ വലിയ ആരോപണങ്ങൾ വന്ന ആള് പേര് ഞാൻ പറയണമെന്നുണ്ടോ? അങ്ങനെ ആളെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാന ജോലിക്കാരനായിട്ട് വെച്ച ആള് മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ് സാർ. അത് മാത്രമാണോ? നിങ്ങളെ SFIയുടെ നേതാവ് PM മാർഷോ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, എന്തോ സ്ത്രീവിരുദ്ധ പരാമർശമാണ്. സ്വന്തം LDFിൽ തന്നെയുള്ള അതേ പാർട്ടി, അതേ മുന്നണിയിലുള്ള അതേ പ്രസ്ഥാനത്തിലുള്ള ആളുകളോട്, അതായത് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോട് പറഞ്ഞ വാക്കുകൾ ഒരു ചാനൽ ഫ്ലോറിൽ വന്നിന്ന് പറയാൻ പറ്റത്തില്ല. അത്ര വലിയ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളും അത്രയും വലിയ വാക്കുകളും പറഞ്ഞ ആളുകളെ ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ട് പോയ പ്രസ്ഥാനമാണ്. അതൊക്കെയാണോ നിങ്ങളുടെ പാർട്ടി ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത്? താങ്കൾ എന്നോട് ചോദിച്ചല്ലോ, പാർട്ടി ക്ലാസ്സുകളിൽ ഇതാണോ പഠിപ്പിക്കുന്നത്? പെൺപേ ഒരുമ എന്ന് പറയുന്ന സമരം ഉണ്ടായിരുന്നു, അറിയാമോ? PG മോഹൻദാസ് പറഞ്ഞ വൃത്തികേടാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഇപ്പൊ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വൃത്തികേട് പറഞ്ഞ വേറൊരാളുണ്ട്. ഈ പറയുന്ന സ്ത്രീവിരുദ്ധ പരാമർശം പറഞ്ഞ് നിങ്ങളുടെ മണിയാശൻ. എന്ത് നടപടിയാണ് നിങ്ങൾ എടുത്തത് അദ്ദേഹത്തിനെതിരെ? നിങ്ങളുടെ ഗവൺമെന്റ് എന്താണ് എടുത്തത്? നിങ്ങൾ എന്താണ് എടുത്തത്? അപ്പോ ഈ ചാനൽ ഫ്ലോറിൽ വന്നിട്ട് ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസ് പരാതിയൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ. ആ പരാതിയൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പൊ വേണേൽ നടപടി എടുക്കാമല്ലോ. അതെ, അതെടുക്കാനുള്ള ആംബിയുള്ള ഗവൺമെന്റ് ഇന്ന് കേരളം ഭരിക്കുന്നത് വിനോദ്. അതിനകത്ത് യാതൊരു സംശയമില്ല. വളർന്നു പറഞ്ഞ പ്രസ്ഥാനമല്ലല്ലോ ഈ പ്രസ്ഥാനമല്ല ഇന്ന് ഭരിക്കുന്നത്. ഈ ക്രിമിനലുകളൊന്നും വളർന്നു വന്ന പ്രസ്ഥാനമല്ല ഇന്ന് കേരളം ഭരിക്കുന്നത്. കേരളത്തിൽ ആംബിയറും നട്ടലുമുള്ള ഭരണാധികാരികളാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. പിന്നെ അദ്ദേഹം എന്താണ് പറയുന്നത്? തീരദേശ പ്രദേശവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ മറയ്ക്കുവാൻ വേണ്ടിയാണെന്ന്. എന്റെ പൊന്നു സുഹൃത്തെ, തീരദേശ പ്രദേശത്ത് വളരെ ഒഗ്ഗി എന്ന് പറയുന്ന വലിയൊരു ദുരന്തം ഉണ്ടായപ്പോൾ ആ പ്രദേശത്തോട് തിരിഞ്ഞു നോക്കാതെ അവസാനം ചെന്ന് ചുവന്ന പരവതാനി തിരിച്ചു പോയപ്പോൾ അവിടെയുള്ള സാധാരണക്കാരുടെ പ്രകടനം നമ്മൾ കണ്ടതാണ്. ആ സാധാരണക്കാരെ വെങ്കായം കൊണ്ട് ഓടിച്ച ആള് മുഖ്യമന്ത്രി, ആളുടെ പേര് ഞാൻ വീണ്ടും ആവർത്തിക്കണോ? അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ പറഞ്ഞു പോകരുത്. അവിടവുമായി ബന്ധപ്പെട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇന്നും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ഞാൻ വേണമെങ്കിൽ താങ്കൾക്ക് കണക്ക് പറഞ്ഞു തരാം. ഈ 2022-26 പേരെയാണ് അവിടവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയത്. അത് മാത്രമാണ് 24, 19, 25, 19 ഇപ്പം 3 പേരിലേക്ക് നിൽക്കുകയാണ്. അവിടെയും ഈ പറയുന്ന മത്സ്യത്തൊഴിലാളിയായ ഒരു അമ്മയുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കണം. ആ അമ്മ പറയുന്ന കഴിഞ്ഞ 10 വർഷക്കാലമായി അവിടെ അതേ ഒരു രീതിയിലുള്ള ബന്ധപ്പെട്ട് പോകുമ്പോൾ അവിടെ ഒരു സംവിധാനങ്ങൾ, അതായത് അപകടകരമായ സംവിധാനങ്ങൾ, അറാം കൊടുക്കാനുള്ള ഒരു സംവിധാനങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായി അവിടെ ചെയ്തിട്ടില്ല. അങ്ങനെയൊന്നും ചെയ്യാതെ ഇരുന്നിട്ട് ഇന്ന് ചാനൽ പോയ ആളുകളെ പറ്റി പറയാൻ നിങ്ങൾക്ക് യാതൊരു ലജ്ജയില്ലേ പ്രിയ സുഹൃത്തെ? അതുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിനെയൊക്കെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ഒരു വിരൽ ഇങ്ങോട്ട് ചൂണ്ടുമ്പോൾ ബാക്കി വിരലുകളെല്ലാം നിങ്ങളുടെയൊക്കെ നെഞ്ചത്തേക്കാണ് എന്ന് നിങ്ങൾ ഓർക്കണം. ഇവിടെ ഒരു കോൺഗ്രസ് പ്രസ്ഥാനം എന്ന് പറയുന്നതോ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനം എന്ന് പറയുന്നതോ ക്രിമിനലുകളെ ഉണ്ടാക്കുന്ന പ്രസ്ഥാനമല്ല. ഞങ്ങളെ ആരും പറഞ്ഞിട്ടില്ല വളർന്നു വന്ന പ്രസ്ഥാനത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങളല്ല വളർന്നു വരുന്ന പ്രസ്ഥാനം ഇതാ, അതുകൊണ്ട് എന്നെ പിടിക്കാൻ പറ്റത്തില്ലെന്ന് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിന്നവരാരും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞ ആളുകളെയാണ് ഇന്ന് കേരള പോലീസ് പിടിച്ചിട്ടുള്ളത്. ഇനിയും വരും ദിവസങ്ങളിൽ അങ്ങനെയുള്ള ആളുകളെ വീണ്ടും പിടിക്കും.
ഈ പറയുന്ന ക്രിമിനലുകളായിട്ടുള്ള കേരളത്തിൽ സ്വസ്ഥ അന്തരീക്ഷം തകർക്കുന്ന ആളുകളെ ഇനിയും പിടിക്കും. അതിനൊന്നും അസ്വസ്ഥപ്പെട്ടിട്ട് മറ്റേതോ വഴിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് ചർച്ചയെ കൊണ്ടെത്തിക്കാൻ ശ്രമം നടത്തുന്നതെങ്കിൽ അത് സാധാരണക്കാർ മനസ്സിലാക്കും സുഹൃത്തെ. അതാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പലയിടത്തും ദുരന്തമുഖത്ത് പോലും ആ രീതിയിൽ ദുരന്തമുഖത്തെ കാണാതെ അവിടെ പോയി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. 2018-ലെയും 2019-ലെയും ദുരന്തം നമ്മൾ കണ്ടതാ. ഞങ്ങളെല്ലാം ഒന്നിച്ചിറങ്ങിയവരാ. അവിടെയൊന്നും ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയിട്ടില്ല, അവിടെയൊന്നും ഞങ്ങൾ വേറെ ഒന്നും നോക്കിയിട്ടില്ല. അവിടെ സർക്കാർ പറയുന്ന രീതിയിൽ സർക്കാരിനെ അന്നും സർക്കാരുമായി ബന്ധപ്പെട്ട പല ക്യാമ്പുകളിലും പ്രശ്നമുണ്ടായിട്ട് പോലും അതൊക്കെ സർക്കാരിനെ പരിഹരിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ആ ക്യാമ്പിലെ ജനങ്ങളെ ഓർത്തുകൊണ്ട് നിൽക്കുന്ന ആളുകളായിരുന്നു ഞങ്ങൾ. ഇപ്പോഴത്തെ ഈ പ്രതിപക്ഷമുണ്ടല്ലോ, അല്ലെങ്കിൽ ഇവിടെ DYFI അല്ലെങ്കിൽ ആ പറയുന്ന രീതിയിലുള്ള ആളുകൾ അവിടെ പോയി കുത്തിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഓരോ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട് ദുരന്തമുഖത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന പ്രസ്ഥാനമായി മാറിയിരിക്കുക. മറ്റൊന്നും സർക്കാരിനെതിരെ പറയാനില്ലാത്തപ്പോൾ അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ പറയാം, പിറ്റേ ദിവസം അതേ പാവങ്ങൾ തന്നെ തിരിച്ചു പറയേണ്ട അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ആ രീതിയിലേക്ക് പൊക്കോണ്ടിരിക്കുന്നവരാണ് ഇപ്പൊ അർജുൻ ആയങ്കിയെ പറ്റി പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ എന്തോ വീഴ്ചയാണ് എന്ന് പറയുന്നത്. ഈ ആയങ്കി അല്ല, അതിനേക്കാൾ വലിയവനായാൽ പോലും ഈ ഞങ്ങളുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചും ഗവൺമെന്റിനെ സംബന്ധിച്ചും ഒരു വലിയ കാര്യമൊന്നുമല്ല. ഇന്ന് പോസ്റ്റ് ഇടുന്നവൻ അല്ലെങ്കിൽ നാളെ പോസ്റ്റ് ഇടുന്നവൻ അവൻ ക്രിമിനൽ ആണെങ്കിൽ അവനെ അടുത്ത ദിവസം തന്നെ പിടിക്കും. അത് ഉറപ്പാ. കേരള പോലീസിന്റെ ചട്ടക്കൂട്. ഇനിയുള്ളവരെ പിടിക്കും. അന്നേരം നിങ്ങൾ ഈ പറയുന്ന ആളുകൾ ഞങ്ങൾ വന്നു ആ പ്രസ്ഥാനം ഇതല്ല എന്ന് ആണ് എന്ന് പറയുന്നത് മാത്രം നിങ്ങൾ സൂക്ഷിച്ചാൽ മതി എന്ന് മാത്രമാണ് എനിക്ക് സുഹൃത്തുക്കളോട് പറയാനുള്ളത്.